നമുക്ക് ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം എടുക്കുന്നത് പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കാണുന്നതിനുള്ള ഇക്വേഷനാണ്. പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് അഥവാ ആറ് കാണുന്നതിനുള്ള ഇക്വേഷനാണ്. ആദ്യം പറയട്ടെ, ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ചധികം ഇക്വേഷൻസ് വരുന്നുണ്ട്. സോ അതൊക്കെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആറ് കാണുന്നതിനുള്ള ഇക്വേഷനാണ് m1r1 പ്ലസ് m2r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കാണുന്നത്. നമുക്ക് അടുത്തത് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആണ് കാണേണ്ടത്. അതെങ്ങനെ കാണാം? വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് അഥവാ VCM ഇസ് ഈക്വൽ ടു m1v1 പ്ലസ് m2v2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ, ഇനി നമുക്ക് ആക്സിലറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സിലറേഷൻ കാണുന്ന ഇക്വേഷനാണ് m1a1 പ്ലസ് m2a2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഒന്ന് പഠിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. അത്തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടോർക്ക് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, RF സൈൻ തീറ്റ എന്ന് പറയാം. RF സൈൻ തീറ്റ എന്ന് പറയാം. ഓക്കെ ആണോ? ഇനി നമുക്ക് ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. ആംഗുലാർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി, അല്ലെങ്കിൽ നമുക്ക് RP സൈൻ തീറ്റ എന്ന് പറയാം. RP സൈൻ തീറ്റ എന്ന് പറയാം. ഓക്കെ ആണോ? ഇനി നമുക്ക് മറ്റൊരു ഇക്വേഷനാണ് ടോ ഇസ് ഈക്വൽ ടു DL/dt. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്ന ലോവിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണിത്. ടോ ഇസ് ഈക്വൽ ടു DL/dt. ഓക്കെ, ഇനി നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അഥവാ I ഇസ് ഈക്വൽ ടു mr². മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I ഇസ് ഈക്വൽ ടു mr². ഇനി നമുക്ക് രണ്ട് തിയറംസ് എടുക്കാം. ഒന്ന് പാരലൽ ആക്സിസ് തിയറാണ്, രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറാണ്. പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ഇക്വേഷനാണ് IA ഇസ് ഈക്വൽ ടു, സോ പാരലൽ ആക്സിസ് തിയറുമായി ബന്ധപ്പെട്ട ഇക്വേഷനാണ് IA ഇസ് ഈക്വൽ ടു ICM പ്ലസ് mr². എന്നാൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറുമായി ബന്ധപ്പെട്ട ഇക്വേഷനാണ് IZ ഇസ് ഈക്വൽ ടു IX പ്ലസ് Y. സോ പാരലൽ ആക്സിസ് തിയറം IA ഇസ് ഈക്വൽ ടു ICM പ്ലസ് mr². പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം IZ ഇസ് ഈക്വൽ ടു IX പ്ലസ് IY. ഇനി നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻസ് നോക്കാം. നമ്മൾ ആദ്യം എടുക്കുന്ന റിംഗ് ആണ്. ഓക്കെ, റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മൾ ആദ്യം എടുക്കുന്ന ഇക്വേഷൻ I ഇസ് ഈക്വൽ ടു mr². ഇവിടെ I എന്ന് പറയുന്നത് I അബൌട്ട് സെൻട്രൽ ആക്സിസ് ആണ്. I അബൌട്ട് സെൻട്രൽ ആക്സിസ് I ഇസ് ഈക്വൽ ടു mr² ആണ്. എന്നാൽ നമ്മൾ അടുത്ത് എടുക്കുന്നത് ID ആണ്. ID എന്ന് പറഞ്ഞാൽ I അബൌട്ട് ഡയമീറ്റർ ആണ്. ഓക്കെ, I അബൌട്ട് ഡയമീറ്റർ ID ഇസ് ഈക്വൽ ടു mr²/2 ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് IT ആണ്, അതായത് I അബൌട്ട് ടാൻജൻറ്റ്. IT ഇസ് ഈക്വൽ ടു 3/2 mr². സോ മൂന്ന് ഇക്വേഷൻസ് ആണ്. നമ്മൾ അടുത്തെടുക്കുന്നത് ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ്. നമ്മൾ ആദ്യം എടുക്കുന്നത് I ആണ്. I അബൌട്ട് സെൻട്രൽ ആക്സിസ് I ഇസ് ഈക്വൽ ടു mr²/2. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിസ്കിനെ കുറിച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എടുക്കാം ID അഥവാ I അബൌട്ട് ഡയമീറ്റർ എന്ന് പറയുന്നത് mr²/4 ആയിരിക്കും. നെക്സ്റ്റ് IT അഥവാ I അബൌട്ട് ടാൻജൻറ്റ് എന്ന് പറയുന്നത് 5/4 mr² ആയിരിക്കും. സോ ഈ മൂന്ന് ഇക്വേഷൻസ് ആണ് ഡിസ്കിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ഫിയറിൻ്റെ കേസിലോട്ട് വരാം. രണ്ട് തരത്തിലുള്ള സ്ഫിയർ ഉണ്ട്. ഒന്ന് സോളിഡ് സ്ഫിയർ ആണ്, രണ്ട് ഹോളോ സ്ഫിയർ ആണ്. ഓക്കെ, സോളിഡ് സ്ഫിയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് I ഇസ് ഈക്വൽ ടു 2/5 mr². അതുപോലെ IT ഇസ് ഈക്വൽ ടു 7/5 mr². ഇവിടെ IT എന്ന് പറയുന്നത് എന്താണ്? I അബൌട്ട് ടാൻജൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഹോളോ സ്ഫിയർ എടുക്കാം. ഇവിടെ I എന്ന് പറയുന്നത് 2/3 mr² ആയിരിക്കും. IT എന്ന് പറയുന്നത് 5/3 mr² ആയിരിക്കും. IT എന്ന് പറഞ്ഞാൽ I അബൌട്ട് ടാൻജൻറ്റ്, I എന്ന് പറഞ്ഞാൽ I അബൌട്ട് സെൻട്രൽ ആക്സിസ്. അതുപോലെ സിലിണ്ടറിൻ്റെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ എടുക്കാം. അതായത് ടോർക്ക് ഇൻ ടേംസ് ഓഫ് I ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് ടോ ഇസ് ഈക്വൽ ടു I ആൽഫ. ഓക്കെ, അടുത്തതായി നമുക്ക് ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. L അഥവാ ആംഗുലാർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു I ഒമേഗ എന്നായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഒരു റൊട്ടേഷൻ്റെ കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ഇസ് ഈക്വൽ ടു ഹാഫ് I ഒമേഗ². ഇനി നമുക്ക് KET എടുക്കാം. അതായത് ഒരു റോളിംഗ് ബോഡിയുടെ ടോട്ടൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് KET ഇസ് ഈക്വൽ ടു ഹാഫ് mv² പ്ലസ് ഹാഫ് I ഒമേഗ². ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു റോളിംഗ് ബോഡിയുടെ
ടോട്ടൽ കൈനറ്റിക് എനർജി കാണാൻ കഴിയും. ഇതൊക്കെയാണ് നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ വരുന്ന പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്. ഞാനിവിടെ എടുക്കുന്നത് 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ ആണ്. നമുക്ക് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഞാൻ എടുക്കുന്നത് എഫ് കാണാം, ഫോഴ്സ് കാണാം, അതായത് രണ്ട് മാസുകൾക്ക് ഇടയിലുള്ള ഫോഴ്സ് കാണുന്നതിന് ഇക്വേഷനാണ്. ഈ രണ്ട് മാസ്, ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞ മാസും ബി എന്ന മാസും ഡി ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് കാണാനാണ് ഉള്ള ഇക്വേഷനാണ് എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. ഓക്കെ, m1 എന്ന് പറയുന്നത് ഫസ്റ്റ് മാസ് ആണ്, m2 എന്ന് പറയുന്നത് സെക്കൻഡ് മാസ് ആണ്, ഡി എന്ന് പറയുന്നത് ഈ m1നും m2നും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം. ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ജി കാണാനാണ്, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നതിനാണ്. ജി ഇസ് ഈക്വൽ ടു സ്മോൾ ജി, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. എന്താണ് ജി എം ബൈ ആർ സ്ക്വയർ എന്നാണ്, ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഡെൻസിറ്റി അഥവാ റോ ഇസ് ഈക്വൽ ടു 3g ഡിവൈഡഡ് ബൈ 4πrg. റോ ഇസ് ഈക്വൽ ടു 3g ഡിവൈഡഡ് ബൈ 4πrg. ഓക്കെ ആണോ? ഇനി നമുക്ക് വീണ്ടും ഞാൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എടുക്കുകയാണ്. ഇതിന് നമ്മൾ ജി ഡാഷ് എന്ന് വിളിക്കുന്നത്, അതായത് ഒരു ന്യൂ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതായത് നമ്മൾ ഒരു സപ്പോസ് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലുള്ള ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ പർട്ടിക്കുലർ ഹൈറ്റിലുള്ള ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു കണ്ടുപിടിക്കുന്നത് രണ്ട് ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റ് ലാർജ് ഹൈറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് gr സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആയിരിക്കും. എന്നാൽ നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റ് സ്മോൾ ഹൈറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ ന്യൂ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഡാഷ് എന്ന് പറയുന്നത് ജി ഇൻറ്റു 1 - 2h ബൈ ആർ ആയിരിക്കും. മനസ്സിലായോ? ഇനി അടുത്ത കേസ് എടുക്കാം. ഇനി നമ്മളൊരു ഒബ്ജക്റ്റ് എടുക്കുകയാണ്. ഈ ഒബ്ജക്റ്റ് ഡി ഡെപ്തിലാണ് നിൽക്കുന്നത്. അവിടെയുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ജി ഇൻറ്റു 1 - d ബൈ ആർ ആയിരിക്കും. ഓക്കെ ആണോ? ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ഇൻ കേസ് ഓഫ് റൊട്ടേഷൻ്റെ കേസിൽ ജി ഡാഷ് എന്ന് പറയുന്നത് ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും. സോ നമ്മൾ ജി ഡാഷ് കണ്ടുപിടിക്കാൻ ഏതൊക്കെ ഇക്വേഷൻസാണ് പറഞ്ഞത്? ലാർജ് ഹൈറ്റ് ആണെങ്കിൽ ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എസ് ഹോൾ സ്ക്വയർ. ഇനി സ്മോൾ ഹൈറ്റ് ആണെങ്കിലോ ജി ഇൻറ്റു 1 - 2h ബൈ ആർ. എന്നാൽ ഡെപ്ത് ഡിയിലാണെങ്കിലോ ജി ഇൻറ്റു 1 - d ബൈ ആർ. ഈ 2hൻ്റെ അവിടെ എന്തായി? ഡി ആയി. ഓക്കെ, എന്നാൽ റൊട്ടേഷണൽ മോഷൻ ആണെങ്കിലോ ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. മനസ്സിലായോ? ഇനി നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇ ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ഇനി നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ നോക്കാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വി ഇസ് ഈക്വൽ ടു -gm ബൈ ആർ ആയിരിക്കും. ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്ത് നോക്കുന്ന പി ഇ അഥവാ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. പി ഇ ഇസ് ഈക്വൽ ടു -gm1 m2 ഡിവൈഡഡ് ബൈ ആർ. നെക്സ്റ്റ് നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എടുക്കാം. ഓർബിറ്റൽ വെലോസിറ്റി വി ഒ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച്. മനസ്സിലായോ? ഇനി നമുക്ക് ഒരു സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനുള്ള ഇക്വേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് ക്യാപിറ്റൽ ടി ഇസ് ഈക്വൽ ടു 2π റൂട്ട് ആർ പ്ലസ് എച്ച് ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ജി എം. നെക്സ്റ്റ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി അഥവാ വി ഇ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പറയുന്നത്. വി ഇ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2gm ഡിവൈഡഡ് ബൈ ആർ. നെക്സ്റ്റ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയെ കുറിച്ചും പറഞ്ഞു. എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 2gm ബൈ ആർ. എന്നാൽ ഓർബിറ്റൽ വെലോസിറ്റി ആണെങ്കിലോ സ്ക്വയർ റൂട്ട് ഓഫ് gm ബൈ ആർ പ്ലസ് എച്ച്. നിങ്ങൾ എഴുതി പഠിക്കണേ. ഓക്കെ, എന്നാൽ ഇത് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്
VE അഥവാ എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് VE എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു VO വിച്ച് മീൻസ് ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ VO എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? VE ഡിവൈഡഡ് ബൈ റൂട്ട്. മനസ്സിലായോ? ഇനി നമുക്ക് കെപ്ലേഴ്സ് ലോ, അതായത് അക്കോർഡിംഗ് ടു കെപ്ലേഴ്സ് തേർഡ് ലോ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, അതായത് കെപ്ലേഴ്സിന്റെ തേർഡ് ലോ അനുസരിച്ച് ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് ആയിരിക്കും. എന്താ പറഞ്ഞത്? ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് ആൻഡ് വിച്ച് ഈസ് അക്കോർഡിംഗ് ടു കെപ്ലേഴ്സ് തേർഡ് ലോ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ഇക്വേഷൻസ് എന്ന് പറയുന്നത് സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്, അഥവാ F/A ആണ്. ഓക്കെ, ഇനി നമുക്ക് സ്ട്രെയിൻ എടുക്കാം. എന്താ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ഇത് നമ്മുടെ ലെങ്ത്തിന്റെ കേസിൽ, അഥവാ Δl/L, ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ Δl എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത്, L എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, സോ അത് ഒരു തരം സ്ട്രെയിൻ ആണ്. ഇത് ലെങ്ത്തിന്റെ കേസാണ്. ഇനി വോള്യത്തിന്റെ കേസിലോട്ട് വന്നാലോ, Δv/V, അതായത് ചേഞ്ച് ഇൻ വോള്യം ബൈ ഒറിജിനൽ വോള്യം. അടുത്ത കേസാണ് എന്ത്? തീറ്റ. ഓക്കെ, ഈ 3 കേസും വരാം. ഇനി നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഹുക്സ് ലോനെ കുറിച്ചാണ്. ഹുക്സ് ലോ എന്താണ്? ഹുക്സ് ലോ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? സ്ട്രെയിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ലോ ഉപയോഗിച്ച്, അതായത് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ശരിയല്ലേ? സ്ട്രെസ് പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ എന്ന് ആണെങ്കിൽ നമുക്കതിനെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് എഴുതാം. ഈ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. എന്താ വിളിച്ചത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇനി വിവിധ തരത്തിലുള്ള നമുക്ക് മോഡുലസിനെ കുറിച്ച് നോക്കാം. ഒന്ന് യങ്സ് മോഡുലസ് ആണ്. അതായത് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് Y എന്ന് റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അതായത് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാലും സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഇവിടെ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് പെർ ഏരിയ ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Δl ഡിവൈഡഡ് ബൈ L. അതായത് ലെങ്ത്തിന്റെ കേസാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ യങ്സ് മോഡുലസ് എന്ന് വിളിക്കും. എന്നാൽ നമ്മൾ ബൾക്ക് മോഡുലസിലോട്ട് വന്നാലോ, വോള്യത്തിന്റെ കേസ് എടുക്കുന്നത് ഫോഴ്സ് പെർ ഏരിയ, അതായത് സ്ട്രെസ്. ഇവിടെ എന്തായിരുന്നു? ഫോഴ്സ് പെർ ഏരിയ അഥവാ സ്ട്രെസ്. താഴ്ഭാഗം എന്താണ്? സ്ട്രെയിൻ ആണ്. പക്ഷേ യങ്സ് മോഡുലസിന്റെ കേസിൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. എന്നാൽ ബൾക്ക് മോഡുലസിന്റെ കേസിൽ ചേഞ്ച് ഇൻ വോള്യം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോള്യം ആണ്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബൾക്ക് മോഡുലസ്. സോ ഓർത്തിരിക്കുക, യങ്സ് മോഡുലസ് ആരുടെ കേസിലാണ്? ലെങ്ത്തിന്റെ കേസാണ്. ബൾക്ക് മോഡുലസ് ആരുടെ കേസാ? വോള്യത്തിന്റെ കേസാണ്. ഇനി നമുക്ക് അടുത്ത് എടുക്കാം G, അഥവാ ഷിയർ മോഡുലസ്, അല്ലെങ്കിൽ നമുക്കതിനെ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് വിളിക്കാം. ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് പെർ ഏരിയ അഥവാ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ തീറ്റ. ഓക്കെ ആണോ? സോ 3 തരത്തിലുള്ള മോഡുലസ് നമ്മൾ കണ്ടു, അഥവാ കോൺസ്റ്റൻസ് നമ്മൾ കണ്ടു. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഷിയർ മോഡുലസ്, 2 ഏതാണ്? ബൾക്ക് മോഡുലസ്, 3 ഏതായിരുന്നു? യങ്സ് മോഡുലസ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കൺസെപ്റ്റ് നോക്കാം. അതായത് സ്ട്രെയിൻ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് സ്ട്രെയിൻ എനർജിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. സ്ട്രെയിൻ എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സ്ട്രെയിൻ എനർജി കിട്ടും. ഇത്രയുമാണ് സോളിഡ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ്. +1 ഫിസിക്സിലെ ഏറ്റവും വലിയ ചാപ്റ്റർ ആയിട്ടുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, അതായത് 10ാമത്തെ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം നമ്മൾ എടുക്കുന്നത് ഒരു ഫ്ലൂയിഡിൻ്റെ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. പ്രഷർ P ഈസ് ഈക്വൽ ടു F/A, അഥവാ ഫോഴ്സ് പെർ ഏരിയ, അല്ലെങ്കിൽ എന്ത് പറയാം? നമുക്ക് H ρg എന്ന് പറയാം. പ്രഷർ ഈക്വൽ ടു H ρg. ഇനി നമുക്ക് പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട ഇക്വേഷനാണ് നമ്മൾ പറയുന്നത്. അതായത് F1/A1 ഇസ് ഈക്വൽ ടു F2/A2. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു സർഫസിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ അപ്ലൈ ചെയ്യുന്ന പ്രഷർ
ഓരോ പോയിന്റിലോട്ടും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്ന് പറയുന്ന ഐഡിയ ആണ് എന്ത്, പാസ്കൽസ് ലോ. ഓക്കെ ആണോ? ഇനി നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ നോക്കാം. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നു ബൊയൻ ഫോഴ്സ് എഫ് ബി ഈസ് ഈക്വൽ ടു വി ബി ഇൻറ്റു റോ എൽ ഇൻറ്റു ജി. വി ബി എന്താണ്? ബോഡിയുടെ വോള്യമാണ്. റോയിൽ എന്താണ്? ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ നോക്കാം. ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു കണ്ടീഷൻ പറഞ്ഞുതരാം. ഞാനൊരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷനുള്ള പൈപ്പ് എടുക്കുകയാണ്. ഈ പൈപ്പിലൂടെ വെള്ളം ഒഴുകുകയാണ്. അപ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ കഴിയുക. ഇനി ഒന്നുകൂടി വ്യക്തമാക്കി പറയാം. ഈ നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നോൺ യൂണിഫോം ക്രോസ് സെക്ഷനുള്ള പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിൻ്റെ ഒരു ഭാഗത്തിൻ്റെ സൈസ് കൂടുതലും എന്നാൽ മറ്റേ ഭാഗത്തിൻ്റെ സൈസ് എന്തായിരിക്കും? കുറവുമായിരിക്കും. അത്തരത്തിലുള്ള ഒരു നോൺ യൂണിഫോം പൈപ്പിലൂടെ വെള്ളം ഒഴുകുമ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നു A1V1 ഈസ് ഈക്വൽ ടു A2V2. ഇവിടെ എ എന്താണ്? ഏരിയയാണ്. വി എന്താണ്? വെലോസിറ്റിയാണ്. ഓക്കെ. ഇനി നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ നോക്കാം. അതായത് പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ. അതായത് 3 എനർജികളുടെ സമ്മ് ഒരു ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ അപ്ലിക്കേഷനാണ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ്. എന്താ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? ഞാൻ വലിയൊരു ടാങ്ക് എടുത്തു. ഈ ടാങ്കിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഞാൻ ചെറിയൊരു ഹോൾ ഇടുകയാണ്. ഈ ഹോളിലൂടെ വെള്ളം പുറത്തോട്ട് പോകില്ലേ? ഈ പുറത്തോട്ട് പോകുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുക? വെലോസിറ്റി ഓഫ് എഫ്ലക്സ്. അത് കാണാനുള്ള ഇക്വേഷനാണ് സ്ക്വയർ റൂട്ട് ഓഫ് 2gh. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ എടുക്കാം. കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണിത്. കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ ഈസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ AV. ഇനി നമുക്ക് സ്റ്റോക്സ് തിയറത്തിലോട്ട് വരാം. എന്താണ് സ്റ്റോക്സ് തിയറം? അതായത് ഒരു യൂണിഫോം സ്ഫിയർ ഒരു ലിക്വിഡ് മീഡിയത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഈ സ്ഫിയറിന് ഒരു വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് അനുഭവപ്പെടും. ഈ വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സിനെ കുറിച്ച് പറയുന്ന ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 6 pi eta RV. വിസ്കസ് ഫോഴ്സ് ഈക്വൽ ടു 6 pi eta RV. ഇനി നമുക്ക് മറ്റൊരു ഇക്വേഷനോട്ട് വരാം. ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്ന കണ്ടീഷൻ ഞാൻ ആദ്യം പറഞ്ഞു തരാം. അതായത് ഒരു വലിയ ലിക്വിഡ് കോളത്തിലൂടെ ഒരു സ്ഫെറിക്കൽ ബാൾ താഴോട്ട് വീഴാൻ തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ ആ ബോൾ ഒരു യൂണിഫോം വെലോസിറ്റി അറ്റൈൻ ചെയ്യും. ആ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/9 ഇൻറ്റു R² ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു G/eta ആയിരിക്കും. റോ എന്താണ്? ബോഡിയുടെ ഡെൻസിറ്റിയാണ്. സിഗ്മ എന്താണ്? ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. ഓക്കെ. ഇനി നമുക്ക് റെയ്നോൾഡ്സ് നമ്പറിലോട്ട് വരാം. ആദ്യം റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. അതായത് റെയ്നോൾഡ്സ് നമ്പർ യൂസ് ചെയ്യുന്നത് സപ്പോസ് ഒരു പൈപ്പിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ ഫ്ലോ അത് സ്ട്രീം ലൈൻ ഫ്ലോ ആണോ അതോ ടർബുലൻസ് ഫ്ലോ ആണോ എന്ന് തീരുമാനിക്കുന്നത് ഈ റെയ്നോൾഡ്സ് നമ്പറാണ്. റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് റോ ഇൻറ്റു വി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ ഈറ്റ. ഓക്കെ. ഇനി നമുക്ക് സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ലെങ്ത്. ഇനി നമുക്ക് സർഫസ് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. സർഫസ് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഇൻക്രീസിങ് ഏരിയ, അതായത് W ഡിവൈഡഡ് ബൈ ഡെൽറ്റ എ. ഇനി നമുക്ക് എക്സസ് പ്രഷർ കണ്ടുപിടിക്കാം. എക്സസ് പ്രഷർ നമുക്കൊരു ഡ്രോപ്പിൻ്റെ എക്സസ് പ്രഷറും അതുപോലെ ബബിളിൻ്റെ എക്സസ് പ്രഷറും കാണുന്നതിനുള്ള ഇക്വേഷനാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഞാൻ പറയുന്ന എക്സസ് പ്രഷറിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യം ഡ്രോപ്പിനെ എടുക്കാം. ഒരു ഡ്രോപ്പിൻ്റെ എക്സസ് പ്രഷർ എന്ന് പറയുന്നത് എക്സസ് പ്രഷർ P ഈസ് ഈക്വൽ ടു 2S/R ആയിരിക്കും. എന്നാൽ ഒരു ബബിളിൻ്റെ എക്സസ് പ്രഷർ P എന്ന് പറയുന്നത് എന്തായിരിക്കും? 4S/R ആയിരിക്കും. ഡ്രോപ്പ് എന്താണ്? 2S/R ആണ്. ബബിൾ എന്താണ്? 4S/R ആണ്. നമുക്കടുത്ത് ക്യാപ്പിലറി ഹൈറ്റിൻ്റെ ഇക്വേഷൻ നോക്കാം. ക്യാപ്പിലറി ഹൈറ്റ് H ഈസ് ഈക്വൽ ടു 2S cos θ ഡിവൈഡഡ് ബൈ R rho G. ഇത്രയുമാണ് ഫ്ലൂയിഡ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ്.
+1 ഫിസിക്സിലെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ എടുക്കുന്നത് ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും പരസ്പരം ഇൻ്റർ കൺവേർട്ട് ചെയ്യുന്നുള്ള ഇക്വേഷനാണ്. അതായത് TF-32 ഡിവൈഡഡ് ബൈ 180 ഇസ് ഈക്വൽ ടു TC ഡിവൈഡഡ് ബൈ 100. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫാരൻഹീറ്റിനെയും ഡിഗ്രി സെൽഷ്യസിനെയും പരസ്പരം ഇൻ്റർ കൺവേർട്ട് ചെയ്യാം. അടുത്തതായി നമ്മൾ എടുക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷനാണ് PV ഇസ് ഈക്വൽ ടു nRT. nRTയിലെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. ഈ ഇക്വേഷന് മറ്റൊരു തരത്തിൽ നമുക്ക് എഴുതാം PV ഇസ് ഈക്വൽ ടു μRT. ഓക്കെ ആണോ? ഇനി നമ്മൾ തെർമൽ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ലീനിയർ എക്സ്പാൻഷനെ കുറിച്ച് പറയും, ഏരിയ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട ഇക്വേഷനെ കുറിച്ച് പറയും, വോള്യൂം എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട ഇക്വേഷനെ കുറിച്ച് പറയും. നമുക്ക് ആദ്യം ലീനിയർ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ എടുക്കാം. ലീനിയർ എക്സ്പാൻഷൻ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ആൽഫ സഫിക്സ് എൽ L0 ഡെൽറ്റ ടി. ആൽഫ സഫിക്സ് എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ സഫിക്സ് എൽ എന്ന് പറഞ്ഞാൽ ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഇനി നമുക്ക് ഏരിയ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ എടുക്കാം. ഏരിയ എക്സ്പാൻഷൻ ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു ആൽഫ സഫിക്സ് എ A0 ഡെൽറ്റ ടി. ആൽഫ സഫിക്സ് എ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഏരിയ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വോളിയം എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ എടുക്കാം. വോളിയം എക്സ്പാൻഷൻ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ആൽഫ സഫിക്സ് വി V0 ഡെൽറ്റ ടി. ആൽഫ സഫിക്സ് വി എന്താണ്? വോളിയം എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ കോഎഫിഷ്യൻ, അതായത് എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് തമ്മിലുള്ള റിലേഷൻ എടുക്കാം. ആൽഫ സഫിക്സ് എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആൽഫ സഫിക്സ് എൽ. അതായത് ആൽഫ സഫിക്സ് എ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 2 ടൈംസ് ആൽഫ സഫിക്സ് എല്ലിന് ഈക്വൽ ആണ്. ഇനി അടുത്തെടുക്കാം. ആൽഫ സഫിക്സ് വി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ആൽഫ സഫിക്സ് എൽ. ആൽഫ സഫിക്സ് വി എന്ന് പറയുന്നത് 3 ടൈംസ് ആൽഫ സഫിക്സ് എല്ലിന് ഈക്വൽ ആണ്. ഇനി നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ക്യാപിറ്റൽ എസ് ഉപയോഗിച്ചാണ്. ക്യാപിറ്റൽ എസ് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇനി നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ നോക്കാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സ്മോൾ എസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഡെൽറ്റ ടി. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്താണ്? ക്യാപിറ്റൽ എസ് ഹീറ്റ് കപ്പാസിറ്റി ആണ്. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സ്മോൾ എസ് വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ എസ് ഡിവൈഡഡ് ബൈ എം. ശരിയല്ലേ? ഈ ഇക്വേഷൻ നമുക്ക് പുതിയ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. സോ ഇതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലാറ്റൻ ഹീറ്റുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ നോക്കാം. ലാറ്റൻ ഹീറ്റ് L ഇസ് ഈക്വൽ ടു Q ബൈ M. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഹീറ്റ് ട്രാൻസ്ഫറിന് മെയിൻലി 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് കണ്ടക്ഷൻ ആണ്, 2 കൺവെക്ഷൻ ആണ്, 3 എന്താണ്? റേഡിയേഷൻ. ഈ 3 തരത്തിലാണ് ഹീറ്റിന് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുക. നമ്മൾ ആദ്യം കണ്ടക്ഷൻ എടുക്കുക. ഹീറ്റ് ഫ്ലോ ഡ്യൂറിങ് കണ്ടക്ഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് Q ഈസ് ഈക്വൽ ടു K ഇൻറ്റു A ഇൻറ്റു dt ഡിവൈഡഡ് ബൈ dx ഇൻറ്റു T. ഇവിടെ K എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി, ഒരു കോൺസ്റ്റൻ്റ് ആണ്. K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. A എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ആണ്. dt യിലെ T എന്താണ്? ടെമ്പറേച്ചർ ആണ്. സ്മോൾ t എന്താണ്? ടൈം ആണ്. ഓക്കെ ആണോ? സോ ഹീറ്റ് ഫ്ലോ ഡ്യൂറിങ് കണ്ടക്ഷനുമായി ബന്ധപ്പെട്ട ഇക്വേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് റേഡിയേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റേഡിയേഷൻ്റെ സമയത്തും എന്താണ്? റേഡിയേഷനുമായി ബന്ധപ്പെട്ട ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ
അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ടൈമിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് എച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എ ഇൻറ്റു ടി റേസ് ടു 4. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് സ്റ്റീഫൻസ് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? കണ്ടക്ഷനുമായി ബന്ധപ്പെട്ട ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെന്താണ്? റേഡിയേഷനുമായി ബന്ധപ്പെട്ട ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷനാണ്. മനസ്സിലായോ? ഈ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. എച്ച് എന്തിന് പ്രൊപ്പോർഷനാണ്? ടി റേസ് ടു 4ന് പ്രൊപ്പോർഷണലാണ്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങുമായി ബന്ധപ്പെട്ട ഇക്വേഷനാണ് ഞാൻ എടുക്കുന്നത്. മൈനസ് ഡി ക്യു ബൈ ഡി ടി പ്രൊപ്പോർഷണൽ ടു ടി ടു മൈനസ് ടി വൺ. ഈ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഇത്രയുമാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ്. +1 ഫിസിക്സിലെ 12ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തെർമോഡൈനാമിക്സിലെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം. ഇക്വേഷനാണ് ഡെൽറ്റ ക്യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഈ ഇക്വേഷനാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ്. ഹീറ്റ് കപ്പാസിറ്റി ക്യാപിറ്റൽ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യു ബൈ ഡെൽറ്റ ടി. ഇനി നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നോക്കാം. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? സ്മോൾ എസ് എന്നാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇത് രണ്ടും മാറിപ്പോകരുത്. ഓക്കെ ആണോ? ഹീറ്റ് കപ്പാസിറ്റി പെർ മാസ് ആണ് എന്ത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതായത് ഡെൽറ്റ ക്യു ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഡെൽറ്റ ടി. മനസ്സിലായോ? ഇനി നമുക്ക് വർക്ക് ഡൺ ഇൻ എ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. എന്താണ്? W ഈസ് ഈക്വൽ ടു 2.303 nRT ലോഗ് V2 ബൈ V1. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ എഴുതാം, 2.303 nRT ലോഗ് P1 ബൈ P2. ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? V2 ബൈ V1 ആണ്. അടുത്ത ഇക്വേഷൻ എന്താണ്? P1 ബൈ P2. രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് വർക്ക് ഡൺ ഇൻ എ അഡയബാറ്റിക് പ്രോസസ്സ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഐസോതെർമൽ പ്രോസസ്സാണ്. ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ ആണ്. ഇനി നമ്മൾ എടുക്കുന്നത് എന്താണ്? അഡയബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ ആണ്. ഓക്കെ, എന്താണ് ഇക്വേഷൻ? എന്താണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 1 ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു P1 V1 മൈനസ് P2 V2. അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ എടുക്കാം നമുക്ക്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 1 ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു T1 മൈനസ് T2. രണ്ടും എന്താണ്? സെയിം ആണ്. ഇനി നമുക്ക് എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എൻജിൻ അഥവാ ഈറ്റ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഈറ്റ ഈസ് ഈക്വൽ ടു Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1. ഇനി നമുക്ക് കോയിഫിഷ്യൻസ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ അഥവാ COP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. COP ഈസ് ഈക്വൽ ടു Q2 ഡിവൈഡഡ് ബൈ Q1 മൈനസ് Q2. Q2 ഡിവൈഡഡ് ബൈ Q1 മൈനസ് Q2. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ്. +1 ഫിസിക്സിലെ 13ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യം ഞാൻ എടുക്കുന്ന ഫേമസ് ആയിട്ടുള്ള ഇക്വേഷനാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒരു ഇക്വേഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഒരു ഇക്വേഷനാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV ഇസ് ഈക്വൽ ടു nRT. ഇത് നമുക്കൊരു മറ്റൊരു ടേമിൽ, അതായത് ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റിൻ്റെ ടേമിൽ നമുക്ക് എഴുതാം. അതായത് PV ഈസ് ഈക്വൽ ടു NKBT. മറ്റൊരു ഫോമാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. പ്രഷർ ഈസ് ഈക്വൽ ടു 1/3 റോ V ഡാഷ് സ്ക്വയർ. പ്രഷർ P ഈസ് ഈക്വൽ ടു 1/3 റോ V ഡാഷ് സ്ക്വയർ. ഇനി നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv സ്ക്വയർ. അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം, 3/2 kBT. ഇവരെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് RMS വെലോസിറ്റി അല്ലെങ്കിൽ RMS സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ നോക്കാം. VRMS ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3 kBT ബൈ m. ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ലോസ് ആണ്, ബോയിൽസ് ലോവും ചാൾസ് ലോവും. ബോയിൽസ് ലോവുമായി ബന്ധപ്പെട്ട ഇക്വേഷനാണ് P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V. അതായത് പ്രഷറും വോള്യവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്ന ഇക്വേഷനാണിത്. ഓക്കെ, അല്ലെങ്കിൽ ലോ ആണിത്.
ഇനി നമുക്ക് ചാൾസ് ലോയുടെ ഇക്വേഷൻ നോക്കാം. വി പ്രൊപ്പോർഷണൽ ടു ടി, വോള്യവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതാണ് എന്ത് പറയുന്നത്, ചാൾസ് ലോ പറയുന്നത്. എന്നാൽ പ്രഷറും വോള്യൂം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് ആര് പറയുന്നത്, ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ഇത്രയുമാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ് മാത്രമാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. +1 ഫിസിക്സിലെ 14ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓസിലേഷൻസിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് പാർട്ട് 2-ലാണ് വരുന്നത്. +1-ലെ പാർട്ട് 2-ലാണ് വരുന്നത്. ആദ്യമായി നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് SHMൻ്റെ കണ്ടീഷൻ പറയുന്ന ഇക്വേഷനാണ്. അതായത് റീസ്റ്റോറിംഗ് ഫോഴ്സ് F -kx. അടുത്തതായി നമ്മൾ എടുക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHMൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് എടുക്കുന്നത്. എന്താണ് ഇക്വേഷൻ? d²x / dt² + ω²x = 0. ഇതാണ് എന്ത്, SHMൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്കത് അടുത്തതായിട്ട് SHMലെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? y = a sin ωt, അല്ലെങ്കിൽ നമുക്കൊരു മറ്റൊരു ഇക്വേഷൻ ഉപയോഗിക്കാം, x = a cos ωt. y = a sin ωt, അല്ലെങ്കിൽ എന്താണ്, x = a cos ωt. ഓക്കെ, ഇനി നമ്മൾ അടുത്തായി എടുക്കുന്നത് SHMൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ്. അതായത് വെലോസിറ്റി v = a omega cos ωt, അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷനാണ് വെലോസിറ്റി v = omega × √a² - y². എന്താ പറഞ്ഞത്? വെലോസിറ്റി a omega cos ωt, അല്ലെങ്കിൽ വെലോസിറ്റി = omega × √a² - y². ഓക്കെ, ഇനി നമുക്ക് SHMൻ്റെ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആക്സിലറേഷൻ a = -ω²y. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് കൈനറ്റിക് എനർജിയാണ്. അതായത് കൈനറ്റിക് എനർജി ഓഫ് എ ഓസിലേറ്റിംഗ് പെൻഡുലം. ഒരു ഓസിലേറ്റിംഗ് പെൻഡുലത്തിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് കൈനറ്റിക് എനർജി KE = 12 mω² × a² - y². നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി PE ആണ്. പൊട്ടൻഷ്യൽ എനർജി PE = 12 mω² y². ഓക്കെ, ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഒരു സിമിലാരിറ്റി കാണുന്നുണ്ട്. സോ പഠിക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് ടൈം പീരിയഡ് T എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ഒരു ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഇൻ എ പെൻഡുലം, ഒരു പെൻഡുലത്തിൽ നടക്കുന്ന ഓസിലേഷൻ്റെ ടൈം പീരിയഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് T = 2π√L/g. 2π√L/g. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ഒരു സ്പ്രിങ്ങിലെ ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഇൻ എ സ്പ്രിങ്. ഒരു സ്പ്രിങ്ങിലെ ഓസിലേഷൻ്റെ ടൈം പീരിയഡ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് T = 2π√m/k. സോ 2π√L/g പെൻഡുലത്തിലെ ടൈം പീരിയഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. എന്നാൽ 2π√m/k സ്പ്രിങ്ങിലെ ഓസിലേഷൻ്റെ ടൈം പീരിയഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ്. സോ ഇത്രയും ഇക്വേഷൻസ് ആണ് ഓസിലേഷൻസിൽ വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ്. 15ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വേവ്സിലെ +1 ഫിസിക്സിലെ 15ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വേവ്സിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ്. ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വെലോസിറ്റി v = √T/μ. T എന്താണ്? ടെൻഷൻ ആണ്. മ്യൂ എന്താണ്? മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ v = √T/μ. അടുത്തതായി നമുക്ക് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം. എനി മീഡിയം, ഏതൊരു മീഡിയത്തിലെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് വെലോസിറ്റി v = √E/ρ. E എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. റോ എന്താണ്? ഡെൻസിറ്റി ആണ്. ഓക്കെ, നിങ്ങൾ ഈ ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന ഒരു 3-4 ഇക്വേഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അതായത് ഇവിടെ നമ്മൾ എനി മീഡിയമാണ് എടുത്തത്. എന്നാൽ നമ്മൾ എടുക്കുന്നത് ഒരു സോളിഡ് മീഡിയം ആണെങ്കിൽ ഈ ഈനെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈനെ റീപ്ലേസ് ചെയ്തിട്ട് യങ്സ് മോഡുലസ് y കൊടുത്താൽ മതി. എന്നാൽ നമ്മൾ എടുക്കുന്നത് ഒരു ലിക്വിഡ് മീഡിയം ആണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി കാണാൻ ഈനെ, അതായത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി റീപ്ലേസ് ചെയ്തിട്ട് ബൾക്ക് മോഡുലസ് b കൊടുത്താൽ മതി. അതായത്
സോളിഡ് മീഡിയത്തിലുള്ള വെലോസിറ്റി കാണുന്നതിനുള്ള ഇക്വേഷനാണ് വി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് യങ്സ് മോഡുലസ് ഡിവൈഡഡ് ബൈ റോ. എന്നാൽ ലിക്വിഡ് മീഡിയത്തിലുള്ള വെലോസിറ്റി കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബൾക്ക് മോഡുലസ് ബി ഡിവൈഡഡ് ബൈ റോ. ഇനി നമുക്ക് ഗ്യാസ് മീഡിയത്തിലെ വെലോസിറ്റി എങ്ങനെയാണ് കാണാൻ നോക്കാം. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ഇക്വേഷൻ ആണ്. അതായത് വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി ബൈ റോ. ഇവിടുത്തെ പി എന്താണ്? പ്രഷർ ആണ്. റോ എന്താണ്? ഡെൻസിറ്റി ആണ്. ഓക്കെ, എന്നാൽ ഈ ഇക്വേഷനെ കറക്റ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് ലാപ്ലേസസ് കറക്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താ ഇവിടെ പറയുന്നത്? വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു ഗാമ പി ബൈ റോ. ഒരു ഗാമ എക്സ്ട്രാ ആഡ് ചെയ്തു, ഗാമ പി ബൈ റോ. ഈ രണ്ട് ഇക്വേഷൻസിനും എവിടെ യൂസ് ചെയ്യുന്നത്? ഗ്യാസ് മീഡിയത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ വേവ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഇക്വേഷനാണ് എടുക്കുന്നത്. അതായത് ഏതൊരു വേവിൻ്റെയും ഫംഗ്ഷൻ കാണിക്കുന്ന മാത്തമാറ്റിക്കൽ ഫോമാണിത്. അതായത് y ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് 5. ഓക്കെ ആണോ? അടുത്തായി നമ്മൾ എടുക്കുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് രണ്ട് വേവ് വന്നാൽ അവരുടെ ടോട്ടൽ റിസൾട്ടൻ്റ് കാണുന്നതിനുള്ള ഇക്വേഷനാണ് y ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു y1 പ്ലസ് y2. ഇനി നമുക്ക് ഒരു സ്റ്റേഷനറി വേവിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമുലയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ നോക്കാം. y ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു 2a സൈൻ കെ എക്സ് ഇൻറ്റു കോസ് ഒമേഗ ടി. എന്താ പറഞ്ഞത്? y ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു 2a സൈൻ കെ എക്സ് ഇൻറ്റു കോസ് ഒമേഗ ടി. ഇനി ഞാനൊരു കണ്ടീഷൻ, അതായത് ഇനി വരാൻ പോകുന്ന 3-4 ഇക്വേഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കണ്ടീഷൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു സ്ട്രിങ് എടുക്കുകയാണ്. ഈ സ്ട്രിങ്ങിനെ നമ്മൾ പ്ലക്ക് ചെയ്യാണ്. പ്ലക്ക് ചെയ്താൽ എന്ത് ചെയ്യും? അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ഈ വൈബ്രേഷന് പലതരത്തിലുള്ള സ്റ്റേഷനറി വേവ്സിൻ്റെ ഫോംസ് ഫോം ചെയ്യും. ഓക്കെ ആണോ? ഇപ്പം ഞാനൊരു സ്ട്രിങ് ആണ് എടുത്തത്. അതുപോലെ നമുക്ക് പൈപ്പിൽ എടുക്കാം. പൈപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ പൈപ്പ് എടുക്കാം, അതുപോലെ നമുക്ക് ക്ലോസ്ഡ് പൈപ്പ് എടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ രണ്ട് ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. അതായത് ഒരു സ്റ്റേഷനറി വേവിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്തും കാണുന്നതിനുള്ള ഇക്വേഷനാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ട്രിങ്ങിനും ഓപ്പൺ പൈപ്പിനും സെയിം ഇക്വേഷൻസ് ആയിരിക്കും. അതായത് സ്ട്രിങ്ങിനും ഓപ്പൺ പൈപ്പിനും ഫ്രീക്വൻസി എഫ് എൻ കാണുന്നതിനുള്ള ഇക്വേഷനാണ് എൻ വി ബൈ 2L. വേവ് ലെങ്ത് ലാംഡ എൻ കാണുന്നതിനുള്ള ഇക്വേഷനാണ് 2L ബൈ എൻ. എന്നാൽ നമ്മൾ ക്ലോസ്ഡ് പൈപ്പിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷന് ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്? ഫ്രീക്വൻസി എഫ് എൻ ഈക്വൽ ടു 2n മൈനസ് 1 ഇൻറ്റു വി ബൈ 4L. ഓക്കെ, നിങ്ങൾ ഈ 4Lനെ തിരിച്ചിട്ടാൽ മതി. 4L ബൈ 2n മൈനസ് 1. ഈ വിയെ നിങ്ങൾ പഠിക്കാനുള്ള ട്രിക്കാണ്. അതായത് ഇവിടെ ഫ്രീക്വൻസി പറയുമ്പോൾ എൻ വി ബൈ 2L, ദെൻ വേവ് ലെങ്ത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് 2L ബൈ എൻ. ഈ വിനെ നമ്മൾ കൺസിഡർ ചെയ്യരുത്. ദെൻ ഫ്രീക്വൻസി പറയുമ്പോൾ ക്ലോസ്ഡ് പൈപ്പിൽ ഫ്രീക്വൻസി പറയുമ്പോൾ 2n മൈനസ് 1 ഇൻറ്റു വി ബൈ 4L. അപ്പോൾ ലാംഡ അഥവാ വേവ് ലെങ്ത് ആണെങ്കിൽ തിരിച്ചിടുക. അതായത് 4L ബൈ 2n മൈനസ് 1. നമ്മൾ വിനെ കൺസിഡർ ചെയ്യരുത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് നിങ്ങളുടെ കൺസെപ്റ്റ് അനുസരിച്ച്. ഓക്കെ, ഇനി നമുക്ക് ഡോപ്ലേഴ്സ് ഇഫക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ പറയാം. അപ്പാരൻറ്റ് ഫ്രീക്വൻസി എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. ഇത്രയുമാണ് വേവ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ്.